ഏറെ ഞെട്ടിക്കുന്നതും നെഞ്ചുലയ്ക്കുന്നതുമായ ഒരു സംഭവത്തിനാണ് ഇന്ന് തൃശൂർ പെരുമ്പിലാവ് എന്ന നാട് സാക്ഷ്യം വഹിച്ചത്. കണ്ണീരോടെയല്ലാതെ നമുക്ക് ഈ വാർത്ത കേട്ടിരിക്കാനാകില്ല. സ്വന്തം മകന്റെ ചേതനയറ്റ ശരീരം ആകസ്മികമായി കാണേണ്ടി വന്ന ഒരു മാതാവിന്റെ കാഴ്ച അത് ഒട്ടും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോടുകൂടിയാണ് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് സൈക്കിളിൽ മടങ്ങുകയായിരുന്ന ഒരു 14 വയസ്സുകാരനെ ലോറി ഇടിക്കുന്നത്. അമിത വേഗതയിലെത്തിയ ലോറി ഒരു സ്കൂട്ടറിലും മറ്റൊരു കാറിലും ഇടിച്ച ശേഷം വഴിയരികിലൂടെ പോവുകയായിരുന്ന ഈ കുട്ടിയുടെ സൈക്കിളിലും ഇടിക്കുകയായിരുന്നു. വാഹനത്തിനടിയിലകപ്പെട്ട കൊരട്ടിക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിന്റെ മകനായ അൽ ഫൗസാനെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഉടൻ തന്നെ പെരുമ്പിലാവിലെ അൻസാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തും മുൻപേ തന്നെ ആ പൊന്നുമോന് ജീവൻ നഷ്ടമായിരുന്നു. പിന്നീടാണ് ഈ കുട്ടി എവിടെയുള്ളതാണെന്ന് ആളുകൾ തിരക്കുന്നത്. അപകടം നടന്ന ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നതിനാൽ കൊണ്ടുവന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവിടെ കൂടി നിന്നവർക്ക് ഒന്നും തന്നെ കുട്ടിയെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. കുട്ടി സൈക്കിളിലാണ് പോയത് എന്നതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്തുള്ളതായിരിക്കുമെന്ന് കരുതി നാട്ടുകാരും പോലീസും എല്ലാം അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അപകട വാർത്തയറിഞ്ഞ ഈ ആശുപത്രിയിലെ പല ജീവനക്കാരും അവിടേക്ക് എത്തുന്നത്. ആശുപത്രിയിലുള്ള ജീവനക്കാരിൽ അധികവും സമീപ പ്രദേശങ്ങളിൽ തന്നെ ഉള്ളവരായതിനാൽ കുട്ടിയെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് പലരും അവിടേക്ക് വന്നു നോക്കിയത്. അക്കൂട്ടത്തിൽ പെരുമ്പിലാവ് കൊരട്ടിക്കര സ്വദേശിനിയായ സുലൈഖ എന്ന ജീവനക്കാരിയുമുണ്ടായിരുന്നു. ഇവർ ഈ ആശുപത്രിയിലെ നഴ്സായി ജോലി ചെയ്യുകയാണ്. മരണവാർത്ത കേട്ട് കുട്ടി ആരാണെന്ന് അറിയാൻ വേണ്ടി മൃതദേഹത്തിന് സമീപത്തേക്ക് എത്തിയപ്പോഴാണ് അവിടെ ചലനമറ്റ് കിടക്കുന്നത് സ്വന്തം മകനാണെന്ന് ആ അമ്മ തിരിച്ചറിയുന്നത്. മകന്റെ വിറങ്ങലിച്ച ആ മുഖം കണ്ടപാടെ തന്നെ സുലൈഖ അവിടെ തളർന്നു വീഴുകയായിരുന്നു. ഏതൊരമ്മയ്ക്കാണ് ഇങ്ങനെയൊരു സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയുക? അവിടെ മരണപ്പെട്ട് കിടക്കുന്നത് തന്റെ മകനാണെന്ന് ആ നിമിഷമാണ് അവർ തിരിച്ചറിയുന്നത്. കൂടാതെ കുട്ടിയുടെ പിതാവായ മെഹബൂബും ഇതേ ആശുപത്രിയിലെ ജീവനക്കാരനാണ്. തങ്ങളുടെ സഹപ്രവർത്തകരുടെ മകന്റെ വിയോഗ വാർത്തയറിഞ്ഞ് പിന്നീട് അവിടേക്ക് ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരെല്ലാം ഓടിയെത്തി. നെഞ്ചുപിടയുന്ന അല്ലെങ്കിൽ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾക്കായിരുന്നു ആ സമയം അവിടെ തടിച്ചുകൂടിയ ആളുകൾ സാക്ഷ്യം വഹിച്ചത്. മരണപ്പെട്ട ഫൗസാൻ അക്കിക്കാവ് TMHS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. കുന്നംകുളം ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന ലോറിയാണ് കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരനായ കൊങ്ങന്നൂർ വന്നേരി വളപ്പിൽ സുലൈമാനും അൻസാർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.